أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وأدبا وعقلا كاملا، ربي تمم بالخير والسعادة وانفعنا في الدارين. والله ولي التوفيق ومنه التحقيق وبه التصديق، إنما الأعمال بالنيات. നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഗ്രന്ഥമാണ് നമ്മളിവിടെ ഓതുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുള്ളയുടെ ഗ്രന്ഥമാണ്. ഫത്ഹുൽ ബാരി പോലെയുള്ള ധാരാളം, ബുലൂഗുൽ മറാം, അതുപോലെ തന്നെ ലിസാനുൽ മീസാൻ, അൽ ഇസാബ ഫി മഅരിഫത്തി സഹാബ പോലെയുള്ള ധാരാളം ബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ കർത്താവായ ശൈഖുൽ ഇസ്ലാമാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. മഹാനവറുകളുടെ ഗ്രന്ഥമാണ് നുഖ്ബത്തുൽ ഫിക്ർ. ഹദീസിൻ്റെ ഇസ്തിലാഹുകളെ സംബന്ധിച്ച് പറയുന്ന വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്. നുഖ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഖൈറായത്, ഖിയാറു ഷൈഇ എന്നാണ് നുഖ്ബത്തിന് അർത്ഥം പറയുക. ഖിയാറു ഷൈ. അപ്പോൾ നുഖ്ബത്തുൽ ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്തയുടെ ഏറ്റവും നല്ല ഭാഗം എന്നാണ്. കിതാബ് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ശൈഖുൽ ഇമാം അൽ ആലിമുൽ ആമിലുൽ ഹാഫിദ് വഹീദു ദഹ്രിഹി വ അവാനിഹി വ ഫരീദു അസ്രിഹി വ സമാനിഹി ശിഹാബുൽ മില്ലത്തി വദ്ദീനി അബുൽ ഫളിൽ അഹ്മദ് ബിൻ അലിൽ അസ്ഖലാനി അഷ്ഷഹീറു ബിബിനി ഹജറിൻ അസാബഹുല്ലാഹുൽ ജന്നത ബിഫദ്ലിഹി വ കറമിഹി എന്ന് പറഞ്ഞാണ് കിതാബ് തുടങ്ങുന്നത്. തുടക്കത്തിലൊരു ബിസ്മി, ഇത് കഴിഞ്ഞ് ബിസ്മി പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ ബിസ്മിയാണത്. തുടക്കത്തിൽ പറഞ്ഞ ബിസ്മി ശാരീഹ്യങ്ങൾ കൊടുത്തതായേക്കാം. ഖാല ശൈഖു, ഷെയ്ഖ് പറഞ്ഞു. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫന്നിൽ കാമിലായ ആൾക്ക്, അയാൾ ഷാബാണെങ്കിലും എന്ത് ചെയ്യും, ഷെയ്ഖ് എന്ന് പറയുന്ന, പ്രായമായിക്കൊള്ളണം എന്നില്ല. ഇവിടെ തിൽമീദുകൾ ഇബ്നു ഹജർ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞത് മഹാനവറുകളുടെ സ്ഥാനവും ഫഹ്മും ഒക്കെ വെളിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശുറാഹുകൾ പറയുന്നുണ്ട്. ഏതായാലും ഖാല ശൈഖുൽ ഇമാമുൽ ആലിം, ആലിമായ, അൽ ഇമാം എന്ന് പറഞ്ഞാൽ അൽ മുഖ്തദാ ബിഹിയ, തുടരപ്പെടുന്ന ആൾ, ഇമാം. അൽ ആലിം, ആലിമായ ഷെയ്ഖ്. അൽ കാമിലു ഫിൽ ഇൽമി എന്നല്ല ആമിലിന് അർത്ഥം പറഞ്ഞേക്ക്. ഇൽമിൽ കാമിലായ ആൾ അൽ ആമിലുമാണ്. ആമില് എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ മുഖ്തദ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമായ ഷെയ്ഖ്. തീർന്നില്ല. അൽ ഹാഫിദു, ഹാഫിദുമായ, കിതാബിൻ്റെയും സുന്നത്തിൻ്റെ, ഹാഫിദുൽ കിതാബി വ സുന്ന, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ഹാഫിദ്. ഹാഫിദ് എന്ന പ്രയോഗം ഹദീസിൻ്റെ ഇസ്തിലാഹിൻ്റെ ഫന്നിലുള്ള ഹാഫിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശുറാഹുകൾ പറയുന്നത് 100 അല്ല
ബിമിഅത്തി അൽഫി ഹദീസ് മൻ അഹാത്ത ഇൽമുഹു ബിമിഅത്തി അൽഫി ഹദീസിൻ 1,00,000 ഹദീസുകളെ കൊണ്ടുള്ള ഇൽമുമായി വലയം ചെയ്ത ആൾക്ക്, ബന്ധപ്പെട്ട ആൾക്കാണ് ഹാഫിദ് എന്ന് പ്രയോഗിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഹാഫിദ് കഴിഞ്ഞാൽ ഹുജ്ജത്ത് എന്നതാണ്. ഹുജ്ജത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദ് അൻസാരി എന്നൊക്കെ നമ്മൾ പറയലില്ലേ. അപ്പോൾ ആ ഹുജ്ജത്ത് എന്ന പ്രയോഗം 3,00,000 ഹദീസുകളുമായി ബന്ധപ്പെട്ട ഇൽമ് ഉള്ള ആൾക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് ഹാക്കിം എന്ന പ്രയോഗം ഹദീസിൻ്റെ ഹുവല്ലദീ അഹാത ഇൽമുഹു ബി ജമീഇൽ അഹാദീസിൽ മർവിയത്തി, റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളെ കൊണ്ടുമുള്ള ഇൽമുമായി ഇഹാത്തത്ത് ചെയ്ത ആൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഹാക്കിം എന്ന് പറയുന്നത്. അത് മത്തിനൻ വ ഇസ്നാദൻ വ ജർഹൻ വ തഅദീലൻ വ താരീഖൻ, മത്തിനും ഇസ്നാദും ജറഹ് തഅദീലും താരീഖും ഒക്കെയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളെ കൊണ്ടുള്ള ഇൽമ്, അങ്ങനത്തുള്ള ആൾക്കാണ് ഹാക്കിം എന്ന് പറയുന്നത്. ഇങ്ങനെ ഹാഫിദ്, ഹുജ്ജത്ത്, ഹാക്കിം എന്നതിന് ഈ നിലയ്ക്ക് തഹരീഫുകൾ പറഞ്ഞ മുഹഖിഖീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം അങ്ങനെ തഹരീഫ് പറഞ്ഞിട്ടുണ്ട്. ഷുറാഹുകൾ വിവരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഹാഫിളായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. പിന്നെ മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നത് വഹീദു ദഹിരിഹി വ അവാനിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അപൂർവ വ്യക്തിത്വമാണ്. അത് നാദിറത്തു സമാനിഹി ഫിൽ ഫഹ്മി വ ദക്കാഹി, ഫഹ്മിലും ദക്കായിലും അദ്ദേഹത്തിൻ്റെ സമാനിലെ നാദിറത്താണ്, അപൂർവ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ തങ്ങൾ. വ ഫരീദു അസ്രിഹി വ സമാനിഹി, അതേപോലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സർവ്വ നാടുകളെ അപേക്ഷിച്ച് എല്ലാ നാടുകളിലും അദ്ദേഹം എന്താണ്, ഒറ്റയാനാണ്. വ ഫരീദു അസ്രിഹി വ സമാനിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റയാനാണ്. മുത്തഫരിദിഹി, അതായത് ഷിഹാബുൽ മില്ലത്തി വദ്ദീൻ, മില്ലത്ത് ദീനിൻ്റെയും മില്ലത്തിൻ്റെയും ഷിഹാബുൽ മില്ലത്തി വദ്ദീൻ, ആ ഷെയ്ഖിൽ നിന്ന് ബദലായിട്ടാണ് ഷിഹാബുൽ മില്ലത്തി എന്നുള്ളത്. ആ ദീനിൻ്റെയും മില്ലത്തിൻ്റെയും ഷിഹാബാണ്. ഷിഹാബ് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്ന, മുശ്രിഖ്, ഷിഹാബുൽ മില്ലത്ത് ഐ മുശ്രിഖുഹുമാ ബിദാത്തിഹി ഔ കുതുബിഹി, ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാത്ത് കൊണ്ട് തന്നെ ദീനിനും മില്ലത്തിനും നല്ല പ്രകാശം നൽകുന്ന ആൾ മുശ്രിഖ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട്. ഇബ്രാജതങ്ങളുടെ ലക്കമലമാണ് ഷിഹാബുൽ മില്ലത്തി വദ്ദീൻ എന്നുള്ളത്. മില്ലത്ത് ദീൻ എന്നൊക്കെ പറഞ്ഞാൽ ഹിയ അത്വരീഖത്തുൽ ഇലാഹിയ്യത്തു സായിഖത്തു ലി ഉലിൽ ഉഖൂലി ബിഖ്തിയാരിഹിം ഇയ്യാഹു ഇലൽ ഖൈരി മിൻ മസാലിഹി ദുനിയ വൽ ആഖിറ എന്നാണ്. മില്ലത്ത് ദീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇലാഹിയായ ത്വരീഖ്, അള്ളാഹുവിൻ്റെ മാർഗം, അത് സായിഖത്തിലി ലി ഉലിൽ ഉഖൂലി, ബുദ്ധിയുടെ ആളുകളെ നയിക്കുന്ന ഇഖ്തിയാരിഹിം ഇയ്യാഹു, അവരുടെ ഇഖ്തിയാറുകൾ കൊണ്ട്, അവരുടെ ഇഖ്തിയാർ കൊണ്ട് ബുദ്ധിയുള്ള ആളുകളെ ഇലൽ ഖൈരി, നന്മയിലേക്ക് തൊളിക്കുന്ന, മിൻ മസാലിഹി ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മസ്ലഹത്തുകളിൽ നിന്നുള്ള നന്മയിലേക്ക്, മസ്ലഹത്തുകളാകുന്ന നന്മയിലേക്ക്
കളിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗം എന്നാണ് മില്ലത്ത് ദീന് എന്നതിൻ്റെ ലാഹിർ അയമാന. അപ്പോൾ ആ മില്ലത്തിൻ്റെയും ദീനിൻ്റെയും ശിഹാബായ ഇബ്നു ഹജർ തങ്ങൾ. അബുൽ ഫളിൽ ഫളിലിൻ്റെ വാപ്പ എന്നും അർത്ഥം പറയാം. അബു എന്നതിന് അബു ഇബ്ന് എന്നതിനൊക്കെ സാഹിബ് അല്ലെങ്കിൽ മുലാസിമ് എന്നൊക്കെ അർത്ഥത്തിന് പ്രയോഗിക്കലുണ്ട്. ഇബ്നു കസീർ, അബി തുറാബ്, അബി സിർ, ഇബ്നു സബീൽ, വബിനുൽ ലൈൽ എന്നൊക്കെ പറയലുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സാഹിബിൻ്റെയും മുലാസിമിൻ്റെയും മാനക്കായിട്ട് പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫളിലുടെ ആൾ എന്ന് വേണേൽ വെക്കാം. വേറൊരു ഇഹ്തിമാലു എഹ്തമിലു അൻ യകൂന ലഹു വലതും മുസമ്മ ബിൽ ഫളിൽ, ഫളിൽ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ട് എന്നതിനും ഇഹ്തിമാലുണ്ട്. അപ്പം ഫളിൽ എന്ന മകൻ്റെ വാപ്പ എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യാം, വെക്കാം. അഹ്മദ് ബിൻ അലിയിൽ അസ്കലാനി, അഹ്മദ് ബിൻ അലിയിൽ അസ്കലാനി, അലിയിൽ അസ്കലാനിയുടെ മകനാകുന്ന അഹ്മദ്. അഹ്മദ് എന്നത് അഹ്മദ് എന്ന ഇബ്നു ഹജർ തങ്ങൾ, ഇബ്നു ഹജർ അസ്കലാനി, അദ്ദേഹം ഹുവ അഹദും മിനൽ അഇമ്മത്തിൽ ഇളാമി ഫർദും മിനൽ ഫുളലാഇൽ അഅലാമി ഖാതിമത്തുൽ ഹുഫാദി വൽ മുഹദ്ദിസീൻ നാദിറത്തുൽ ഫുഖഹാഇ വൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞ് ഇബ്നു ഹജർ തങ്ങളെ ഇങ്ങനെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. സുയൂത്തി ഇമാം പറഞ്ഞത് ഖാല സുയൂത്തി ഫി അഖ്ഹി ഇൻതഹത്തി ഇലൈഹി റഹ്ലത്തു വറിയാസത്തു ഫിൽ ഹദീസി ഫിദ്ദുനിയാ ബി അസ്രിഹാ. ദുനിയാവിൽ ഹദീസിൻ്റെ റിയാസത്തിലും റഹലത്തിലുമൊക്കെ ഇബ്നു ഹജർ തങ്ങളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് അറ്റമായിട്ടുള്ളത്. ഫലം യക്കും ഫി അസ്രിഹി ഹാഫിദുൻ സിവാഹു. ഇബ്നു ഹജർ തങ്ങളുടെ കാലഘട്ടത്തിൽ മൂപ്പരല്ലാത്ത ഒരു ഹദീസിൻ്റെ ഹാഫിദ് ഇല്ല, ഫലം യക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അഹ്മദ് ബിൻ അലിയിൽ അസ്കലാനി, അസ്കലാനി എന്നുള്ളത് ഷാമിൽപ്പെട്ട ഒരു നാടാണ്. അസ്കലാൻ ബൽദത്തും മിൻ ബിലാദി ഷാം. ഇബ്നു ഹജർ അസ്കലാനി തങ്ങളുടെ പേരാണ് അഹ്മദ് എന്നുള്ളത്. അഹ്മദ് ബിൻ അലി, മറ്റേതൊക്കെ മൂപ്പരുടെ ലഖബലമും അതേപോലെ കുറേ വസ്ഫുകളും ഒക്കെ പറഞ്ഞാണ്. ഈ അഹ്മദ് ബിൻ അലിയിൽ അസ്കലാനി തങ്ങൾ പ്രസിദ്ധമായത് അഷ്ഷഹീറു ബിബിന് ഹജറിൻ, ഇബ്നു ഹജർ എന്ന നാമത്തിലാണ് പ്രസിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്, പ്രസിദ്ധനായിട്ടുള്ളത്. അങ്ങനെയാണ് ഇബ്നു ഹജർ. ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ ഹജറിൻ്റെ മകന് എന്നർത്ഥം വെക്കാം. ഹജർ, ഇബ്നു ഹജർ എന്നുള്ളതും ഒരു ലഖബലമാണ്. അത് ഒരുപക്ഷെ ഒന്നെങ്കിൽ ശുറാഹുകൾ പറയുന്നത് ഇമ്മാലി കസറത്തി ദഹബി വൽ ഫില്ലത്തി ലഹു, മഹാനവറുകളുടെ കയ്യിലുള്ള കുറേ സ്വർണവും വെള്ളിയും, ധാരാളം സ്വർണവും വെള്ളിയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ലഖബ് വന്നതാണ്. മറ്റൊരഭിപ്രായം ഔലി ഉഫൂരിൽ ജവാഹിരി ഇന്ദഹു, മഹാനവറുകളുടെ അടുക്കലുള്ള മുത്തുകൾ, ആ മുത്തുകളുടെ ആധിക്യം കാരണം അങ്ങനെ ലഖബ് വന്നതാണ്. മറ്റൊരഭിപ്രായം ഔലി ജൗദത്തി ദിഹിനിഹി വസലാബത്തി റഇഹി, മഹാനവറുകളുടെ ഉറച്ച തീരുമാനവും അവിടുത്തെ ദിഹിനിൻ്റെ ആ ജൗദത്ത് ആധിക്യവും അതൊക്കെ കൽ ഹജരി, ഹജർ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനം റഇ, ഇതുകൊണ്ട് ഇബ്നു ഹജർ എന്ന പേര് വെച്ചതാണെന്ന് അഭിപ്രായമുണ്ട്. ഔലി കൗനിൽ ഹജരി ഇസ്മ അബീഹി, അല്ലെങ്കിൽ ഇസ്മ അബീഹിൽ ഖാമിസി, മഹാനവറുകളുടെ ഉപ്പാപ്പാറിൽ 5ാമത്തെ പിതാവിൻ്റെ നാമം ആണ് ഹജർ. അതുകൊണ്ട്
പാപ്പയിലേക്ക് ചേർത്തിട്ട് ഇബ്നു ഹജർ എന്ന് വിളിച്ചതാണ്. ഇങ്ങനെ പല നിലയ്ക്കും ഷുറാഹുകൾ പറയുന്നുണ്ട്. ഏതാവട്ടെ, അപ്പം ഏതായാലും ഇബ്നു ഹജർ എന്ന പേരിലാണ് മഹാനവറുകൾ എന്താണ് അറിയപ്പെടുന്നത്. അസാബഹുല്ലാഹുൽ ജന്നത ബിഫദ്ലിഹി, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് മഹാനവറുകൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകട്ടെ. ഫകറമിഹി, അള്ളാഹുവിൻ്റെ കറമ് കൊണ്ടും അള്ളാഹു സ്വർഗം പ്രതിഫലമായി നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഷെയ്ഖുൽ ഇമാമു എന്ന് പറഞ്ഞ കാലയുടെ മക്കൂലായി പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.